പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വൈകവേളയിൽ ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ ഈ ഗ്രൂപ്പിലൂടെ ഫേസ്ബുക്ക് പേജിലൂടെ കടന്നു വരുവാൻ, കർത്താവിൻ്റെ വചനവുമായിട്ട് കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം നൽകി തന്ന ഈ വിലപ്പെട്ട സമയത്തിനായി ഞാൻ എൻ്റെ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. സ്വർഗത്തിലെ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും ആശിഷുകളും നമ്മുടെ മേൽ പകർന്ന് നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവ് നൽകി തന്ന ഈ നല്ല സമയത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഈ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിൻ്റെ 3ാം ആനുവൽ ഫംഗ്ഷൻ ഡേയിൽ ഒരു കർത്താവിൻ്റെ വചനവുമായിട്ടും ദൈവമക്കൾക്ക് അല്ലെങ്കിൽ കർത്താവിൻ്റെ ദാസിക്ക് കുടുംബത്തിന് ഒരു ആശംസ പറയുവാനായിട്ടും എനിക്കൊരവസരം കൂടെ ഈ ഭൂമിയിൽ നൽകി തന്ന ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ എനിക്ക് പ്രകാരം അവസരത്തെ ഒരുക്കി തന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ റോസലിൻ സുരേഷിനോട്, തൻ്റെ കുടുംബത്തോട്, ഈ ഗ്രൂപ്പിലെ അഡ്മിനായിരിക്കുന്ന എല്ലാ ദൈവമക്കളോടുമുള്ള നന്ദിയെയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. സർവ്വകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളെ കഴിഞ്ഞ 3 വർഷക്കാലം ദൈവം അത്ഭുതകരമായിട്ട് നടത്തിയല്ലോ. അനേക അനർത്ഥങ്ങളും സങ്കടങ്ങളും പ്രതികൂലവും കഷ്ടവും രോഗവും മരണവും ദുഃഖവും മുറവിളിയും ഒക്കെ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മധ്യത്തിൽ സർവ്വകൃപാലുവായ ദൈവം നമ്മെ അനുഗ്രഹത്തോടെ ജീവനോടെ പരിപാലിക്കുന്നല്ലോ. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ നമുക്ക് ലഭിച്ച ഈ നല്ല സമയത്തിനാണ് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ചീഫ് അഡ്മിനായിരിക്കുന്ന റോസലിൻ സുരേഷിന്, തൻ്റെ കുടുംബത്തിന് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ തിരക്കുകൾ ഒക്കെ ഉള്ള നമ്മുടെ ഈ ജീവിതയാത്രയിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം. തിരക്കുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മാറ്റിവെച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ നടുവിൽ ആയിരുന്നു കൊണ്ടും ആമേൻ പ്രാർത്ഥന സഹകാരികളെ സഹകരിപ്പിച്ച് ആമേൻ മെസ്സേജൊക്കെ കൊടുക്കുവാനുള്ള ആൾക്കാരെയൊക്കെ കണ്ടെത്തി ആമേൻ സ്തോത്രം അവരുടെ മെസ്സേജൊക്കെ അത് എല്ലാ മെസ്സേജുകളും കേട്ട് അതിന് റിവ്യൂ ഒക്കെ തന്ന് ഹല്ലേലൂയ സ്തോത്രം അപ്രകാരം ഒക്കെ ചെയ്യുന്നത് വളരെ പ്രയാസകരമായ ഒരു കാര്യമാണ്. എന്നാൽ ആമേൻ സ്തോത്രം വളരെ ഉത്തരവാദിത്തങ്ങളുള്ള ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഈ ഒരു പ്രയർ ഗ്രൂപ്പിനെ ലീഡ് ചെയ്ത് കൊണ്ടുപോകുവാൻ ദൈവത്തിൻ്റെ ദാസിയെ ദൈവം സഹായിക്കുന്നല്ലോ. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ തന്നോട് കൂടെ നിൽക്കുന്ന എല്ലാ അഡ്മിൻസിനെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഗ്രൂപ്പിൽ കടന്നു വന്ന് പല സമയങ്ങളിലും മെസ്സേജുകൾ തരുവാൻ ദൈവം എന്നെ സഹായിച്ചു. അത് ഞാനൊരു ഭാഗ്യപദവിയായിട്ട് കാണുന്നു. ആമേൻ സ്തോത്രം. ഈ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്യുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ ഭൂമിയുടെ ഏതെല്ലാം കോണുകളിൽ ഏതെല്ലാം ഭവനങ്ങളിലൊക്കെ ചെന്നെത്തുന്നു നമ്മൾ അറിയുന്നില്ല എങ്കിലും അത് ചെല്ലുന്ന എല്ലാ ഇടങ്ങളിലും ജീവൻ ഉണ്ടാകുവാൻ, ചൈതന്യം ഉണ്ടാകുവാൻ, ആത്മീയ വളർച്ച ഉണ്ടാകുവാൻ, അനേകരെ രക്ഷയിലേക്ക് നടത്തപ്പെടുവാൻ ഇത് കാരണമായി തീരുമാറാകട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ ഈ നമ്മുടെ പ്രയർ ഗ്രൂപ്പിലുള്ള ഈ റോസ് ഫാമിലി പ്രയർ ഗ്രൂപ്പിലുള്ള എല്ലാ അഡ്മിൻസിൻ്റെയും എല്ലാ മെമ്പേഴ്സിൻ്റെയും നാമത്തിലുള്ള അതായത് ഫെലിസിറ്റേഷൻ അല്ലെങ്കിൽ അനുമോദനം, ആശംസ ഈ തരുണത്തിൽ ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്രത്തോളം നമ്മളെ പ്രവർത്തനങ്ങളെ ദൈവം സഹായിച്ചു. ദൈവത്തിൻ്റെ കൃപ കൂടെ ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയുകയില്ല. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം. ദൈവമാണ് നമ്മെ തിരഞ്ഞെടുത്തത്, ദൈവമാണ് നമ്മെ ആക്കി വെച്ചിരിക്കുന്നതെന്നുള്ള വലിയ ഉത്തരവാദിത്തോടെ പിന്നെയും മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. തൻ്റെ ദാസിയെ ദൈവം ബലപ്പെടുത്തട്ടെ, കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് തിരുവചനത്തിൽ അനേക കാര്യങ്ങളെ നമുക്ക് വായിപ്പാനായിട്ട് കഴിയുന്നുണ്ട്. സ്തോത്രം. തിരുവചനത്തിൽ നമ്മൾ നോക്കിയാൽ ആമേൻ സ്തോത്രം വിശുദ്ധ ബൈബിളിൻ്റെ താളുകളിൽ അവിടെ ഇവിടെയായിട്ട് ആമേൻ അനേക സ്ത്രീരത്നങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അത് വെറുതെ അല്ല, അവരുടെ ആളത്വ മികവോടെ നാം കണ്ടുമുട്ടുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പുരുഷ മേധാവിത്വം കൊടികുത്തി വാണിരുന്ന കാലഘട്ടത്തിലും ആമേൻ ദൈവിക ദർശനത്തിന് അനുസരണവും ദൈവിക വചനങ്ങളോടുള്ള വിധേയത്വവും പ്രകടമായി
ആധാരമാക്കി ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി തങ്ങളുടെ കഴിവുകൾ, തങ്ങളുടെ താലന്തുകൾ പ്രയോജനപ്പെടുത്തിയ ഒട്ടനവധി സഹോദരിമാരെ നമുക്ക് തിരുവചനത്തിലൂടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെയുള്ള വനിതാ രത്നങ്ങളുടെ ഒന്നും പേര് വിട്ടുപോകാതെ കർത്താവ് പരിശുദ്ധാത്മാവിലൂടെ തിരുവചനത്തിൽ അത് ഓർപ്പിച്ചുണർത്തിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ കാലഘട്ടത്തിലായിരിക്കുന്ന നമുക്കും പല ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൽ നിന്ന് മാറി ഇരിപ്പാനല്ല, ഹല്ലേലൂയ, ആ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് തിരുവചന ഭാഗങ്ങളിൽ അപ്രകാരമുള്ളവരെ കർത്താവ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ രേഖപ്പെടുത്തിയിരിക്കുന്ന കൂട്ടത്തിനകത്ത് അനേക വിധത്തിലുള്ള പലതരത്തിലുള്ള സഹോദരിമാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പാപികളായി നടന്നു വരുന്നവരുണ്ട്, ആമേൻ, സൗന്ദര്യമുള്ളവരുണ്ട്, വിവേകമുള്ളവരുണ്ട്, ആമേൻ, ബുദ്ധിയുള്ളവര്, ആമേൻ, സ്തോത്രം. അങ്ങനെയൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട വനിതകളെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിലോട്ടൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ യേശുക്രിസ്തുവിന്റെ വംശാവലി പറയുമ്പോൾ അതിനകത്തും 5 സഹോദരിമാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ലോകത്തിൽ വളരെ പേരോ പ്രസിദ്ധിയോ ഒന്നുമില്ലാതെ പാപത്തിനകത്ത് കഴിഞ്ഞു വരുന്നവരായ അങ്ങനെയുള്ള സഹോദരിമാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അവരെയൊക്കെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ അവരുടെ ഒരു വലിയ ലിസ്റ്റിനകത്ത് തന്നെ പ്രവാചകന്മാരുണ്ടായിരുന്നു, കർത്താവിനോട് കൂടെ നടന്നവരുണ്ട്, അപ്പോസ്തലന്മാരോട് കൂടെ നടന്നവരുണ്ടായിരുന്നു, ആമേൻ, അപ്പോസ്തലന്മാരെ ഭവനത്തിൽ കൈക്കൊണ്ടവരുണ്ടായിരുന്നു, ഭക്ഷണം കൊടുത്തവരുണ്ടായിരുന്നു, യാത്രകളുടെ മധ്യേ സഞ്ചരിക്കുന്നവരുണ്ടായിരുന്നു, കല്ലറ കാണുവാൻ പോയവരുണ്ടായിരുന്നു. ദൂതുവാഹിയായിട്ട് ദൈവം ആദ്യമായിട്ട് തിരഞ്ഞെടുത്തത് ഒരു സഹോദരിയാണ്, അത് നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ, ഇത് സഹോദരിമാരെ കുറിച്ച് മാത്രമുള്ളതല്ല. എന്നാൽ റോസ് ഫാമിലി പ്രേയർ ഗ്രൂപ്പ് ഒരു സഹോദരിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ പറയുവാനിടയാകുന്നത്. റോമാലേഖനം 16-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് തന്നോടുകൂടെ സഞ്ചരിച്ചവരെയും തന്നെ സഹായിച്ചവരെയും തനിക്ക് കൈത്താങ്ങൽ നൽകിയവരെയും ഒക്കെ ആമേൻ അഭിസംബോധന ചെയ്ത്, അല്ലെങ്കിൽ അവർക്ക് ആശംസകൾ അറിയിച്ച് അവർക്ക് നന്ദി അറിയിക്കുന്ന ഒരു ഭാഗമാണ് റോമാലേഖനം 16-ാം അധ്യായം. അതിനകത്ത് നമ്മൾ വായിക്കുമ്പോൾ സ്തോത്രം 18 പുരുഷന്മാരുടെ പേര് പറയുന്ന കൂട്ടത്തിൽ 9 സ്ത്രീകളെ കുറിച്ചും അവിടെ എടുത്തു പറയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ആമേൻ, സ്തോത്രം, അതിനെ ഒന്നും നമുക്ക് വിവരിപ്പാൻ സമയമില്ല. 18 സഹോദരന്മാരും 9 സ്ത്രീകളും, അല്ലെങ്കിൽ 1:2 എന്നല്ല, ആ ഒരു രീതിയിലാണ് ദൈവം 2 പുരുഷന്മാരുണ്ടെങ്കിൽ ഒരു സ്ത്രീയെ അവിടെ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലും നമുക്കും അപ്രകാരം കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാനായിട്ട് കഴിയും. അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞിരിപ്പാനല്ല. ഹല്ലേലൂയ, നമ്മെ ഏൽപ്പിച്ച താലന്തുകൾ വിശ്വസ്തയോടെ വ്യാപാരം ചെയ്യുക നമുക്ക് കഴിയട്ടെ. രൂത്തിനെ പറ്റി തിരുവചനത്തിൽ പറയുമ്പോൾ അവൾ ഒരു ഉത്തമയായ സ്ത്രീ ആയിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു. വിശദമായിട്ട് നമുക്ക് മുമ്പിൽ സമയം കുറവായതുകൊണ്ട് ചില സഹോദരിമാരെ വേഗം ഓർപ്പിച്ചുണർത്തിയിരിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ രൂത്തിനെ പറ്റി പറയുമ്പോൾ ആമേൻ, അവള് ഒരു ഉത്തമയായ സ്ത്രീയാണ്. ഹല്ലേലൂയ, സ്തോത്രം. അത് ബോവസ് പറയുന്നു, നീ ഒരു ഉത്തമ സ്ത്രീ ആയിരുന്നു എന്ന് ഞാൻ കാണുന്നു. പട്ടണക്കാരും അത് തന്നെ പറയുന്നുണ്ട്. കാരണം ഹല്ലേലൂയ, സ്തോത്രം, ഒരുപക്ഷെ അതിന് കാരണക്കാരി ആയിരുന്നത് ആമേൻ നവോമിയാണ്. കാരണം നവോമിയുടെ ജീവിതത്തിൽ പലവിധമാകുന്ന ഭാരങ്ങളും പ്രതികൂലങ്ങളും മരണവും ഒക്കെ വന്നിട്ടും അവൾ ഹല്ലേലൂയ ഭക്ഷണം തേടിയാണ് മോവാബിലേക്ക് പോയതെങ്കിൽ തന്നെയും അവിടെ ചെന്നിട്ടും ആ ദൈവത്തെ, സത്യദൈവത്തെ അവൾക്ക് ഉപേക്ഷിച്ച് കളയുവാനായിട്ട് കഴിഞ്ഞില്ല. അവളുടെ ആരാധന, അവളുടെ പ്രാർത്ഥന, തൻ്റെ ദൈവത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഈ രൂത്ത് കേട്ടതുകൊണ്ടാണ് ആമേൻ, സ്തോത്രം, രൂത്ത് ഒരു തീരുമാനം എടുപ്പാനിടയായത്. എന്താണെന്ന് ചോദിച്ചാൽ അവളെടുത്ത തീരുമാനം ഉചിതമായിരുന്നു. സ്തോത്രം. നമുക്ക് ആ തീരുമാനം എല്ലാം അറിയാവുന്നത് കൊണ്ട് ഒരു വാക്ക് മാത്രം ഞാൻ പറയുന്നു, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഹല്ലേലൂയ. രൂത്ത് അന്യജാതിക്കാരിയാണ്. 10ാം തലമുറ വരെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ കഴിയാത്ത മോവാബ്യ സ്ത്രീയാണ്. എന്നാൽ ഹല്ലേലൂയ ഈ സത്യദൈവത്തെ അറിഞ്ഞത് നിമിത്തം എൻ്റെ അമ്മായിയമ്മയിൽ കൂടിയുള്ള അറിവ് ഇസ്രായേലിൻ്റെ ദൈവം ജീവനുള്ള ദൈവമാണെന്ന്, ഹല്ലേലൂയ, സ്തോത്രം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതായ ഈ ദുഃഖത്തിന്, ഈ പരാജയത്തിന് ഒക്കെ കാരണം അനുസരണക്കേടാണ്. അപ്പത്തിൻ്റെ ഭവനം വിട്ട് ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നാശപട്ടണത്തിലേക്ക് ഇറങ്ങി വന്നതുകൊണ്ട്
കൊണ്ടാണ് എൻ്റെ കുടുംബത്തിനകത്ത് ദുഃഖവും നെടുവീർപ്പും സങ്കടവും മരണവും ഒക്കെ വന്നതെന്ന് ഈ നവോമിയുടെ വായിൽ കൂടി വന്ന വാക്കുകളെ രൂത്ത് കേട്ടത് കൊണ്ടായിരിക്കാം. ഹല്ലേലൂയ. ജീവനുള്ള ഒരു ദൈവമുണ്ട്. ആമേൻ. അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ചു, അവർക്ക് ആഹാരം കൊടുത്തു. ഞാൻ അത് കേട്ടിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ അവിടേക്ക് പോകുകയാണെന്ന് പറഞ്ഞപ്പോൾ ഈ രൂത്തും കൂടെ വരുവാനുണ്ടായ കാരണം, ഹല്ലേലൂയ, സ്തോത്രം, അവളെടുത്ത ഉറച്ച തീരുമാനം, ആമേൻ, അമ്മായിയമ്മയുടെ ആരാധന, അമ്മായിയമ്മയുടെ പ്രാർത്ഥന, ആമേൻ, ദൈവത്തോടുള്ള ആ വിശ്വസ്തത, മടങ്ങിപ്പോകുവാനുള്ള ഈ തീരുമാനം എല്ലാം ഈ രൂത്തിനെ സ്വാധീനിപ്പാനിടയായി. അവളും തീരുമാനമെടുത്തു. ഹല്ലേലൂയ. അവൾ അവളുടെ അമ്മാവിയമ്മയോട് പറ്റി നിന്നു. അവൾ പറഞ്ഞതെല്ലാം അനുസരിച്ചു. നമുക്ക് ആ ഭാഗങ്ങൾ ഒത്തിരി പറയുവാൻ സമയമില്ല. എന്നാൽ ഹല്ലേലൂയ, സ്തോത്ര, യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു വല്യമ്മയായിട്ട് മാറ്റപ്പെടുവാനായിട്ട് ഈ രൂത്തിന് കഴിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അവളുടെ തീരുമാനമായിരുന്നു. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ, സ്തോത്ര. ഈ ദിവസങ്ങളിൽ നമ്മുടെ തീരുമാനം എപ്രകാരമായിരിക്കുന്നുവെന്ന് നമുക്ക് നമ്മെ തന്നെ ശോധന ചെയ്യുവാനിടയാകട്ടെ. അതുകൊണ്ട് അവള് തിരഞ്ഞെടുക്കപ്പെട്ടവളായിരുന്നത് കൊണ്ട്, ഹല്ലേലൂയ, അവൾ വന്നെത്തേണ്ട സ്ഥലത്താണ് അവൾ വന്നത്. ഭാഗ്യവശാൽ ബോവസിന്റെ വയലിൽ എത്തിച്ചേരുവാനോ അതിന്റെ ഉടമസ്ഥയായി തീരുവാനോ ആമൻ യേശുക്രിസ്തുവിന്റെ വല്യമ്മച്ചിയായി മാറ്റപ്പെടുവാനോ ഇടയായി തീർന്നു. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മൾ ചെയ്യുന്ന അല്പമായ കാര്യങ്ങൾ, ആമൻ, അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും? അതായത് അല്ലെങ്കിൽ അല്പകാര്യങ്ങളെ, നാം ചെയ്യുന്ന അല്പകാര്യങ്ങളെ ആരാണ് തുച്ഛീകരിക്കുന്നത്? അത് ഹല്ലേലൂയ, തുച്ഛീകരിക്കുന്നവർ ഈ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിലും പരിശുദ്ധാത്മാവ് നമ്മെ ഓർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ രൂത്തിനെ ഓർത്തതുപോലെ, രൂത്തിന് സകലതും തിരിച്ചു കിട്ടിയതുപോലെ, അല്ലെങ്കിൽ ഹല്ലേലൂയ, ബോവസിനെ മാത്രമല്ല കിട്ടിയത്, ആമേൻ, ഹല്ലേലൂയ, അവൾക്ക് യേശുക്രിസ്തുവിന്റെ വംശാവലിയിൽ ആ ഒരു പേരും കൂടെ ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ ഹല്ലേലൂയ, സ്തോത്ര, നവോമിക്ക് തിരിച്ചു കിട്ടിയതെന്ന് പറയുമ്പോൾ, ഹല്ലേലൂയ, സ്തോത്ര, അവളുടെ വസ്തുവകകൾ തിരിച്ചു കിട്ടി. ആമേൻ, നല്ലൊരു മരുമകളെ കിട്ടി. ആമേൻ, സ്തോത്ര, ഹല്ലേലൂയ. യേശു കർത്താവ് നമ്മെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു. പ്രിയമുള്ള ദൈവമക്കളെ, ഇനി നമുക്ക് എന്താണ് സ്വത്തായിട്ട് തരാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് എപ്പോഴും സന്തോഷം തരുന്ന ഒരു ഭാഗമാണ് പുത്തൻ യെരൂശലേം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആ പുതിയ യെരൂശലേമില്, ആ പുതിയ ഭൂമിയില്, ആമേൻ, സ്തോത്രം, നിത്യമായ ഒരു അവകാശം എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മെയും കൂടെ അവിടെ ഉൾപ്പെടുത്തുവാനായിട്ടാണ് ആമേൻ കർത്താവ് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. അത് എന്നും ഓർപ്പിക്കുവാൻ വേണ്ടിയാണ് എല്ലാ ദിവസവും ഇങ്ങനെ ഗ്രൂപ്പുകളിലൂടെ തിരുവചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ വൈകിവേളയിലും ആമേൻ ഇന്ന് തുടങ്ങുന്ന ഈ ആശംസാ മീറ്റിംഗ്, ഇതിന് ശേഷവും 2 പേരുണ്ട്. നാളെയും മറ്റന്നാളുമായിട്ട് ഇത് തുടരുകയാണല്ലോ. എല്ലാ പ്രിയപ്പെട്ടവരും വചനം സംസാരിപ്പാനായിട്ടൊക്കെ ഒരുങ്ങിയിരിക്കുന്നവരാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകാതെ, ആമേൻ, ഹല്ലേലൂയ, മുന്നേറുവാനുള്ള ദൈവകൃപ നമുക്ക് ലഭിപ്പാൻ കർത്താവ് പിന്നെ സഹായിക്കുമാറാകട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ 10ാം തലമുറ വരെ ദൈവസന്നിധിയിൽ പ്രവേശിപ്പാൻ സാധ്യതയില്ലാതിരുന്ന രൂത്തിന്റെ ഒരു തീരുമാനത്തിന്റെ മുമ്പിൽ അവൾക്ക് ദൈവസന്നിധിയിൽ കടന്നു വരുവാനിടയായി. വേദപുസ്തകത്തിനകത്ത് ഹല്ലേലൂയ അവളുടെ പേര് എഴുതി ചേർപ്പാനിടയായി. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ, ഹല്ലേലൂയ, അതൊന്നും പ്രയോജനമില്ലാത്തതല്ല. ഞാൻ എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ നിർബന്ധപൂർവം ക്രൂശിന്റെ അറ്റം ചുമന്ന ആമേൻ ശിമോന്റെ കുടുംബത്തെ, അവന്റെ തലമുറകളെ അനുഗ്രഹിച്ച ദൈവമാണ്. ഞാൻ കർത്താവ് വീഴുന്നത് കണ്ടുകൊണ്ട് ഞാൻ ക്രൂശ് എടുത്തോളാം എന്ന് പറഞ്ഞൊന്ന് ശിമോൻ വരുന്നതല്ല, നിർബന്ധിച്ചതാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ, സ്തോത്രം, അവന്റെ പിൻതലമുറക്കാർ, ക്രിസ്തുവിൽ പ്രസിദ്ധനായ അലക്സാണ്ടറിന്റെയും റൂഫസിന്റെയും ആമേൻ അപ്പൻ എന്ന് പറയത്തക്കവണ്ണം, അല്ലെങ്കിൽ അവന്റെ മക്കള് ക്രിസ്തുവിൽ പ്രസിദ്ധരായി തീരുവാനിടയായി. നമ്മൾ കർത്താവിന് വേണ്ടി അല്പമായ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഹല്ലേലൂയ നമ്മുടെ പിൻതലമുറകള് അനുഗ്രഹിക്കപ്പെടുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. കർത്താവിന്റെ ദാസിയുടെ സാക്ഷ്യങ്ങളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കേട്ടതാണല്ലോ. ഹല്ലേലൂയ. പല പ്രസംഗങ്ങളൊക്കെ പലരും ഡിലീറ്റ് ചെയ്തു, പല ഗ്രൂപ്പുകളിലൊക്കെ അവഗണനയുണ്ടായി. എന്നാൽ ദൈവമായ കർത്താവ് ആമേൻ അതിന് യോഗ്യമായ സമയത്ത് യോഗ്യമായ കൈകളിൽ ആമേൻ ഒരു ഗ്രൂപ്പിനെ എത്തിച്ചു കൊടുക്കാനിടയായി. ഇന്ന് നമ്മളെല്ലാവരും ഹല്ലേലൂയ കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെ അനേക ദൈവ വചനങ്ങൾ ലോകത്തിന്റെ എമ്പാടും ഹല്ലേലൂയ ഇരിക്കുന്ന വീടുകളിൽ ആമേൻ എത്തത്തക്കവണ്ണം ഈ ഗ്രൂപ്പിനെ ദൈവം ഇത്രത്തോളം വിശാലമാക്കി കൊണ്ടുവന്ന കൃപയ്ക്ക് വേണ്ടി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുകയാണ്. പ്രിയമുള്ളവർ, ഒത്തിരി കാര്യങ്ങൾ ഇനിയുണ്ട്. എന്നാൽ
നമുക്ക് ഒന്ന് രണ്ട് പേരെ കൂടെ വേഗം ചിന്തിക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ലേയ. ഹല്ലേലൂയ. പഴയ നിയമത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ലേയ എന്ന് പറയുമ്പോൾ കണ്ണിന് ശോഭ കുറഞ്ഞവളായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ലേയെ കുറിച്ച് ഒറ്റ ഒരു വാക്യത്തിൽ സംസാരിച്ച് അവിടെ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ലേയോ കണ്ണ് ശോഭ കുറഞ്ഞവളായിരുന്നു. സ്തോത്രം. അതിനൊന്നും എടുത്ത് വായിപ്പാൻ നമ്മുടെ മുമ്പിൽ സമയമില്ല. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ ഇടയിൽ ശോഭ കുറഞ്ഞവരുണ്ട്, അവഗണന ഏൽക്കുന്നവരുണ്ട്, സ്നേഹിക്കപ്പെടാത്തവരുണ്ട്, സ്നേഹം അർഹിക്കുന്ന സ്ഥാനത്തും സ്നേഹം ലഭിക്കാത്തവരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതിന് കാരണമെന്ന് പറയുന്നത് ആമേൻ ഹല്ലേലൂയ, യാക്കോബിന് ഇഷ്ടമെന്ന് പറയുന്നത് റാഹേലിനെ ആയിരുന്നു. ആ ഭാഗം നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. കാരണം റാഹേല് സുന്ദരിയായിരുന്നു, അവൾ മനോഹര രൂപിണിയായിരുന്നു. അവൾക്ക് സൗന്ദര്യമുള്ളത് കൊണ്ട് ആമേൻ സ്തോത്രം, സൗന്ദര്യം കുറഞ്ഞ അല്ലെങ്കിൽ കണ്ണിന്റെ ശോഭ കുറഞ്ഞ ആമേൻ ഈ ലേയെ യാക്കോബിന് ഇഷ്ടമായില്ല. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, അവളുടെ ഭർത്താവും അവളെ സ്നേഹിക്കാതെ വന്നപ്പോൾ, വിവാഹമൊക്കെ ഏത് രീതിയിലായിരുന്നു നമുക്കറിയാമല്ലോ. എന്നാൽ അവളുടെ ഭർത്താവും അവളെ സ്നേഹിക്കാതെ വന്നപ്പോൾ ആമേൻ സ്തോത്രം, അവളുടെ ദാമ്പത്യത്തില് മനം തകർഞ്ഞു വേദനയോടെ ഭാരത്തോടെ ആമേൻ സ്തോത്രം കണ്ണുനീർ പൊഴിക്കുന്ന ഒരു ലേയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. നീണ്ട 7 വർഷക്കാലം തന്റെ ഭർത്താവിൽ നിന്ന് അവഗണന ഏറ്റുവാങ്ങി, ഹല്ലേലൂയ, സ്തോത്രം, സ്തോത്രം, തന്നെ ഭാര്യയായിട്ട് സ്വീകരിക്കാതെ ആമേൻ സ്തോത്രം, അല്ലെങ്കിൽ റാഹേലിനെ സ്നേഹിച്ചുകൊണ്ട് ആമേൻ നടന്ന ഒരു കാലഘട്ടം യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ശോധനയുടെ ഒരു കാലഘട്ടം ലേയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആമേൻ സ്തോത്രം, ആമേൻ സ്തോത്രം. യാക്കോബിന്റെ ഒരു സ്നേഹമുള്ള ഒരു നോട്ടത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആമേൻ ഒരു സ്പർശനത്തിന് വേണ്ടി, ഒരു സ്നേഹമുള്ള ഒരു വാക്കിന് വേണ്ടി കൊതിക്കുന്ന ഒരു ലേയെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. തന്റെ കഴിഞ്ഞകാല ജീവിതത്തെ ഓർത്ത്, തന്റെ ഭാവിയെ ഓർത്ത് ആമേൻ നിരാശയോടെ കഴിഞ്ഞിരുന്ന, ആമേൻ നിരാശയോടെ തന്റെ ജീവിതം തള്ളി നീക്കിയിരുന്ന ഒരു ലേയെ നമുക്ക് കാണാം. ഹല്ലേലൂയ, സ്തോത്രം. താൻ ആഗ്രഹിക്കാത്ത ഒരു കുടുംബ ജീവിതത്തിലേക്ക് തന്നെ വലിച്ചിഴക്കപ്പെട്ടതാണ് പ്രിയമുള്ളവരെ. എന്നാൽ ഹല്ലേലൂയ, ഏകാന്തതയിലേക്ക്, ആമേൻ ഇരുട്ടറയിലേക്ക്, ആമേൻ വെറുപ്പോടെയുള്ള നോട്ടത്തിലേക്ക്, ആമേൻ സ്തോത്രം, അവളുടെ പിതാവ് ഒരു പക്ഷെങ്കിൽ തള്ളിവിടുകയാണ് ചെയ്തത്. എന്നാൽ ഹല്ലേലൂയ, സ്തോത്ര, പ്രിയ സഹോദരിമാരെ, ഈ വൈകവേളയിലെ ഈ വചനത്തിലൂടെ ലേയ എന്താണ് നമ്മോട് സംസാരിക്കുന്നത്? ലേയ്ക്ക് എന്താണ് നമ്മോട് പറയുവാനുള്ളത്? ഹല്ലേലൂയ. ലേയ നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അവഗണനയുടെയും നിന്ദയുടെയും ഒറ്റപ്പെടലിന്റെയും നടുവിലും ആശ്വാസത്തിന്റെ ഒരു ചാറൽ മഴ, ആമേൻ സ്തോത്രം, അല്ലെങ്കിൽ ഇളം പുല്ലിന്റെ മേൽ പൊടിമഴ പെയ്യുന്നത് പോലെ ആമേൻ ഈ ജീവിതത്തിന്റെ ഇരുട്ടറയില ആമേൻ ഹല്ലേലൂയ ഒരു ഉദയസൂര്യൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി വെളിപ്പെട്ട് വരുമെന്നുള്ള ദൈവത്തിന്റെ വചനമാകിയാൽ ആമേൻ അവളുടെ ജീവിതത്തിലേക്കും ആമേൻ ഹല്ലേലൂയ സമാധാനം കടന്നു വരുവാൻ, സ്വസ്ഥത കടന്നു വരുവാനിടയായി തീർന്നു. ആമേൻ സ്തോത്രം. തന്റെ ഹല്ലേലൂയ സ്തോത്രം ആശ്വാസത്തിന്റെ ഇടമാണ് കുടുംബം എന്ന് പറയുന്നത്. എന്നാൽ അവൾക്ക് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, സ്വസ്ഥതയില്ലാതെ കഴിഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തില് ഹല്ലേലൂയ ദൈവം അവളുടെ ജീവിതത്തെ സന്ദർശിപ്പാനിടയായി. ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്, നമ്മുടെ മുമ്പിൽ സമയമില്ലാത്തത് കൊണ്ട് അവളുടെ ജീവിതത്തിലേക്ക് ഒരു യഹൂദ ജനിപ്പാനിടയായി. ലേ എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ, ജീവിതത്തിലെ സാഹചര്യങ്ങൾ എത്ര പ്രതികൂലമായി മാറ്റപ്പെട്ടാലും ആമേ സ്തോത്ര, ആമേ എത്ര നൊമ്പരമുള്ളതായാലും, എത്ര കണ്ണുനീരിന്റെ താഴ്വരയിലൂടെ നാം കടന്നു പോകുന്നതായാലും, ഞാൻ ഇനിയും യഹോവയെ സ്തുതിക്കുമെന്ന് പറഞ്ഞ് അവന് ആമേ യഹൂദ എന്ന് പേരിട്ടു. അതുകൊണ്ട് ജീവിതത്തിന്റെ പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നാം യഹോവയെ സ്തുതിക്കുന്നവരായി തീരുവാൻ ദൈവമായ കർത്താവ് നമ്മെ ഓർപ്പിക്കുകയാണ് ഈ വൈകവേളയിൽ. അതുകൊണ്ട് ഹല്ലേലൂയ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്ര. ലേയ നമ്മോട് പറയുന്നത് നാം എങ്ങനെയെങ്കിലും നമ്മുടെ ജീവിതത്തെ ജീവിച്ചു തീർക്കുകയല്ല, ഹല്ലേലൂയ പിന്നെയോ സ്തുതിയോടെ ആരാധനയോടെ നാം മുന്നോട്ട് പോയാൽ ശാപം നിറഞ്ഞ, വേദന നിറഞ്ഞ, ഹല്ലേലൂയ ദുഃഖം നിറഞ്ഞ നമ്മുടെ ജീവിതത്തെ ആമേ സൗന്ദര്യപൂർണമാക്കുവാൻ, ശാന്തമാക്കുവാൻ, സുന്ദരമാക്കുവാൻ ആമേൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ സ്തോത്ര സ്തോത്ര. ആമേൻ. ഇന്ന് രാത്രിയിൽ ഈ ലൈവിലൂടെ
വാക്കിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയമുള്ള സഹോദരിമാരെ, ദൈവം നമ്മോട് സംസാരിക്കുകയാണ്. ഭാരം ചുമക്കുന്നവരായി, വേദന സഹിക്കുന്നവരായി, ഒറ്റപ്പെടിയിൽ അനുഭവിക്കുന്നവരായി, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവരായ സഹോദരിമാരോട് ആമേൻ സ്തോത്രം ലേയും പറയുന്ന ഇതാണ്: നിങ്ങൾ സ്തുതിക്കുക. ഹല്ലേലൂയ. ദൈവത്തെ എല്ലാറ്റിനും വേണ്ടി സ്തുതിക്കുക. അപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ വൻ ക്രിയകളെ ചെയ്യുവാനിടയാകും. സദൃശവാക്യം 31:30 പറയുന്നു: ലാവണ്യം വ്യാജവും സൗന്ദര്യവും വ്യർത്ഥവുമാകുന്നു, യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും. ആമേൻ. റാഹേലിന് സൗന്ദര്യമുണ്ടായിരുന്നു, റാഹേലിന് ലാവണ്യമുണ്ടായിരുന്നു, എന്നാൽ അവൾ വഴിമധ്യേ പട്ടുപോകുവാനിടയായി. ഹല്ലേലൂയ. സ്തോത്ര. ഉൽപ്പത്തി 35:16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, റാഹേൽ മരിച്ചു പോവുകയാണ്. ബേത്ലഹേം എന്ന എഫ്രാത്തിന് പോകുന്ന വഴിയിൽ അവൾ മരിച്ചു. അവളെ ആ വഴിയിൽ അടക്കം ചെയ്തു. ആമേൻ സ്തോത്ര. അത് റാഹേലിന്റെ കല്ലറ തൂണെന്ന പേരോട് ഇന്ന് നിലനിൽക്കുകയാണ് പ്രിയമുള്ള ദൈവമക്കളെ. എന്നാൽ ആമേൻ സ്തോത്ര, യാക്കോബ് പിന്നെ യാത്ര തുടരുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് ചിന്തിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത് അവർക്ക് ആകെ 13 മക്കളാണ് അപ്പോഴുള്ളത്. ഹല്ലേലൂയ. 12 ആൺമക്കളും ഒരു പെൺകുഞ്ഞും, അതായത് ദീന എന്ന് പറയുന്ന പെൺകുട്ടി. അങ്ങനെ ഈ 13 മക്കളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഹല്ലേലൂയ, അപ്പോഴാണ് ബെന്യാമീന്റെ ജനന സമയത്താണല്ലോ ഈ റാഹേൽ മരിക്കുന്നത്. പിന്നെ നമ്മൾ ചിന്തിച്ചാൽ ആരാണ് ഈ 13 കുഞ്ഞുങ്ങളെ പോറ്റി വളർത്തിയത്? ആരാണ് ഈ ബെന്യാമീനെ വളർത്തിയത്? ഹല്ലേലൂയ. സ്തോത്ര. ഈ ലേയല്ലേ? ഹല്ലേലൂയ. സ്തോത്ര. ഈ ശോഭ കുറഞ്ഞവള്, രൂപഭംഗിയില്ലാത്തവള്, ആമേൻ സ്തോത്ര, ഒരു പിണക്കമില്ലാതെ, ഒരു വിദ്വേഷമില്ലാതെ അവള് ആ കുഞ്ഞുങ്ങളെ എല്ലാം പോറ്റി വളർത്തുവാനിടയായി. ഹല്ലേലൂയ. സ്തോത്ര. യാത്രയുടെ മധ്യത്തിലും സ്നേഹം തോന്നിയത് റാഹേലിനോടാണ്, യാക്കോബിന്. എന്നാൽ ഹല്ലേലൂയ, ഏറ്റവും ഒടുവിലാണല്ലോ ആമേൻ റാഹേലിനെ നിർത്തുവാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവിടെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എന്നാൽ ആമേൻ യാത്രയുടെ അന്ത്യം വരുമ്പോൾ റാഹേൽ വഴിയിൽ പട്ടുപോയി. സ്തോത്ര. ഉൽപ്പത്തി 49:28 വരുമ്പോൾ 28 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, യാക്കോബിന്റെ മരണസമയം യാക്കോബ് പറയുന്ന ഒരു കാര്യമാണ്, അവന്റെ അന്ത്യമൊഴികളാണ്. ഹല്ലേലൂയ. സ്തോത്ര. അബ്രഹാമിനെ, ഇസഹാക്കിനെ, സാറയെ ഒക്കെ അടക്കിയ സ്ഥലത്ത് ഞാൻ ലേയും അടക്കി. ഹല്ലേലൂയ. സൗന്ദര്യമുള്ളവൾ വഴിയിൽ പട്ടുപോയപ്പോൾ ശോഭ കുറഞ്ഞവളിത പിതാക്കന്മാരുടെ കല്ലറയിൽ അടക്കപ്പെടുവാനിടയായി. ഹല്ലേലൂയ. സ്തോത്ര. ആമേൻ സ്തോത്രം. സ്തോത്ര. യാക്കോബിന്റെ തുടർന്നുള്ള യാത്രകളിലെല്ലാം ആമേൻ ഈ പിഞ്ചു കുഞ്ഞിനെയും തോളിലേറ്റി നടന്നത് ഈ ലേയാണ് പ്രിയമുള്ള ദൈവമക്കളെ. ഹല്ലേലൂയ. സ്തോത്ര. അതുകൊണ്ട് എനിക്കൊരു മഹിമയും പറയുവാനില്ല, എനിക്കൊരു സൗന്ദര്യവും പറയുവാനില്ല. എങ്കിലും ഞാൻ എൻ്റെ അപ്പന്റെ ഭവനത്തിൽ നിറങ്ങി പുറപ്പെട്ടപ്പോൾ ഞാൻ വിടേണ്ടതിനെയെല്ലാം വിട്ട്, അപ്പന്റെ വിഗ്രഹങ്ങളെ ഒന്നും ഞാൻ മോഷ്ടിച്ചില്ല, അപ്പന്റെ സ്വത്തൊന്നും ഞാൻ മോഷ്ടിച്ചില്ല. ആമേൻ. എന്നോട് എൻ്റെ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ചെയ്തതെന്ന് അവൾക്ക് ധൈര്യസമേതം പറയുവാനിടയായതുകൊണ്ടും വിട്ടുപോരേണ്ടതിനെ പൂർണ്ണമായിട്ട് വിട്ടുപോന്നു, പറ്റിച്ചേരേണ്ടതിനോട് പറ്റിച്ചേർന്ന് നിന്നതുകൊണ്ട് പിതാക്കന്മാരുടെ കല്ലറയിൽ അവകാശം പ്രാപിപ്പാൻ അവൾക്ക് ഇടയായി തീർന്നു. ആമേൻ സ്തോത്ര. യഹൂദാ ഗോത്രത്തിലെ സിംഹമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ആമേൻ ഒരു വല്യമ്മച്ചിയായി മാറ്റപ്പെടുവാൻ ഈ ലേയ്ക്കും കഴിഞ്ഞു. രൂത്തിന്റെ പുസ്തകം 4:11 പറയുന്നു: ഇസ്രായേൽ ഗൃഹം പണിതത് അവർ ഇരുവരുമല്ലോ, ലേയും റാഹേലും. അപ്പോൾ ഇസ്രായേൽ ഗൃഹം പണിയുന്ന സ്ത്രീകളുടെ കൂട്ടത്തിനകത്ത് അവളുടെ പേരും എഴുതി ചേർക്കുവാനിടയായി. ഇന്ന് രാത്രിയിൽ ഈ സന്ധ്യവേളയിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേൻ സ്തോത്രം, നമ്മുടെ പേരുകളൊന്നും തിരുവചനത്തിനകത്ത് ഇനി എഴുതി ചേർക്ക പ്രയാസമാണ്. എന്നാൽ നിത്യതയുടെ തുറമുഖത്തെത്തുമ്പോൾ കർത്താവും പരിശുദ്ധാത്മാവും പിതാവാകുന്ന ദൈവവും ഹല്ലേലൂയ എല്ലാം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുന്ന നല്ലൊരു സമയമുണ്ട്. അതുകൊണ്ട് ആ ദിവസങ്ങളെ ഓർത്ത് സന്തോഷത്തോടെ യാത്ര ചെയ്യുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ക്രൂശിനരികിലും ആമേൻ കരഞ്ഞുകൊണ്ട് നെടുന്നിടത്തും ആമേൻ അനേക സഹോദരിമാരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഹല്ലേലൂയ സ്തോത്ര, മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു മറിയെ പറ്റി കർത്താവ് പ്രശംസിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണാം. 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. അവൾ എങ്കിൽ നല്ല കാര്യമല്ലോ ചെയ്തത്. ഹല്ലേലൂയ. അവൾ തന്നാലാവോ ആവത് ചെയ്തു. അവൾ എന്റെ ശവസംസ്കാരത്തിനായിട്ട് ചെയ്തു. ഹല്ലേലൂയ. അവളെ കുറിച്ച് സുവിശേഷം പ്രസംഗിക്കുന്നിടത്തല്ല അവൾ ചെയ്തത് അവളുടെ ഓർമ്മയ്ക്കായിട്ട് പ്രസ്താവിക്കപ്പെടും. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ അത് വിശദമായിട്ട് പറയണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത്. എന്നാൽ ഹല്ലേലൂയ, ഈ ലേയുടെ ചിന്ത എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ് ഞാൻ ആ ഭാഗത്തേക്ക് കയറുവാനിടയായത്. അതുകൊണ്ട് ഈ മറിയ ചെയ്തതുപോലെ തന്നാൽ
ആവുള്ളത് ചെയ്യാം. ഈ ലേയ ചെയ്തതുപോലെ തന്നാൽ ആവത് ചെയ്യാം. ആമേ, കർത്താവ് നമ്മെ പ്രശംസിക്കുന്ന നല്ലൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. അവൾ തന്നാൽ ആവത് ചെയ്തു. അവൾ എൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടുന്നത് ചെയ്തു. ഹല്ലേലൂയ. ലോകത്തിൽ സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നിടത്തെല്ലാം അവൾ ചെയ്തത് അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞ കാര്യമാണ്. ഹല്ലേലൂയ. ആകയാൽ ഈ ദിവസങ്ങളിൽ ആമേൻ, കർത്താവിന്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ബദ്ധപ്പാടോടെ ജീവിപ്പാൻ, നമ്മാൽ ആവുള്ളത് ചെയ്യുവാൻ, നമ്മെ ഏൽപ്പിച്ചത് ചെയ്യുവാൻ, ഹല്ലേലൂയ, സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഹല്ലേലൂയ റോസ് ഫാമിലി ടീമിന്, ആമേൻ, കർത്താവിന്റെ വിലപ്പെട്ട ദാസി റോസലിൻ സുരേഷിന്, തന്റെ കുടുംബത്തിന്, തന്റെ കുഞ്ഞുങ്ങൾക്ക്, ഈ ഗ്രൂപ്പിലെ അഡ്മിൻസിന്, ഹല്ലേലൂയ, ഇതിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ആമേൻ, നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ആശംസകളെ, എൻ്റെ കുടുംബത്തിന്റെ ആശംസകളെ അറിയിക്കുന്നു. സർവകൃപാലുവായ ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും. അതുകൊണ്ട് ഈ ഭൂമി നമ്മുടെ ആയുസ് എത്രയുണ്ടെന്ന് നാം അറിയുന്നില്ല. കർത്താവിന്റെ വരവ് എപ്പോഴാണെന്ന് നാം അറിയുന്നില്ല. ഈ കാലഘട്ടങ്ങളിൽ ഒന്നിൽ അത് സംഭവിക്കും. അപ്പോൾ കർത്താവിന്റെ വരവ് വരെ, അല്ല നമ്മുടെ മരണം വരെ, ഈ റോസ് ഫാമിലി പ്രേയർ ഗ്രൂപ്പ് മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് എല്ലാവിധ അനുഗ്രഹങ്ങളും ആശിഷുകളും ചൊരിയട്ടെ എന്ന് ഒരു പ്രാവശ്യം കൂടെ ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഇപ്പോൾ ഈ മെസ്സേജിനെ ഇവിടെ നിർത്തുന്നു. സർവകൃപാലുവായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ ലൈവിൽ അറ്റൻഡ് ചെയ്തിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. കർത്താവ് വരുവാൻ അടുത്തിരിക്കുന്നതിനായിട്ട് ഒരുങ്ങാൻ മാറാനാഥ സ്തോത്രം.